ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാസമാഹാരത്തിലെ എന്ന് തുടങ്ങുന്ന ശ്ലോക മാല്യം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. മല്ലാക്ഷിമാർക്കു പരദേവതയായി ഭവിച്ചു മല്ലാരി തൻ്റെ വദനാംബുരുഹത്തിൽ നിത്യം ഉല്ലാസമോടു തെളിയും സ്മിതശോഭയായ മുല്ലത്തറ ഭഗവതിക്കു നമസ്കരിക്കാം. ആലോലവംശിയുടെ ചിന്മകരന്ദപാനം, ഗോലോകറാണിയുടെ കോമളകർണപൂരം, കാലാരി തൻ്റെ ചിരകാല സമാധിഭാഗ്യം മാലാറ്റിടട്ടെ ഭഗവൽ സ്മിതകാന്തിപൂരം. കാലത്തു കാലികളെ മേച്ചിടുവാൻ മുകുന്ദൻ കാലിൽ ചിലമ്പുകളുമിട്ടെഴുന്നള്ളിടുമ്പോൾ ഊഴിക്കു നെഞ്ചിലുളവാം പുളകാളി ഞങ്ങൾക്കാഴത്തിൽ വന്ന ദുരിതങ്ങളകറ്റിടട്ടെ. ശ്രീരാധതൻ മതിയലിഞ്ഞനുരാഗവായ്പാം പാലാറൊലിച്ചൊരു മലഞ്ചെരുവിൽ സലീലം വൈലാറ്റി നല്ല തളിരിട്ടു തഴച്ചു നിൽക്കും ചേലാർന്ന പച്ചിലമരത്തണലാശ്രയം മേ. അജ്ഞാതമായി ഹരിമണിപ്രഭയാൽ ഗുളോപ്പു കത്തിച്ചു രാത്രി ജനലൊക്കെ അടച്ചു രാധ. ആഴം പെടും പ്രണയശൃംഖല കൊണ്ടു തങ്കത്താഴിട്ടു പൂട്ടിയൊരു പള്ളിയറയ്ക്കു കൂപ്പാം. കോലക്കുഴൽ സ്വനമൊടും കനിവാറ്റിലാഴും കോലത്തൊടും ശ്രുതിവിലാസിനി തൻ മനസ്സിൽ നീലക്കൊഴുപ്പിലൊഴുകുന്ന സമാധിയാകും താലപ്പൊലിക്കു തലമുട്ടി നമിച്ചിടുന്നേൻ. കാന്താരദേവതകളിൽ കുളിരാം ശിലീന്ദ്രം കാരുണ്യമോടു കുഴൽ തൻ വിളിയാൽ വളർത്തി കാളിന്തി തൻ കരകളിൽ തണലേകി വാഴും കാദംബിനിക്കു കരവല്ലികൾ മുട്ടിടട്ടെ. തൃക്കാലൊരേടമരാതെ വിറച്ചുകൊണ്ട് ചിൽക്കാമ്പിളഞ്ചിരി പതഞ്ഞു വഴിക്കു ചിന്നി നാൽക്കാലികൾക്കിടയിലാടിമതിക്കുമേതോ പാൽക്കാവടിക്കു ജയശബ്ദമുതിർത്തിടുന്നേൻ. വൃന്ദാവനത്തിലെ
മണൽത്തരിയൊക്കെ വേഗം പഞ്ചാരയായി മറിയുമാറതിലോടിയോടി പൊൻകാലിലെ പ്രഭകളെങ്ങുമണച്ചുകൊണ്ടു ചാഞ്ചാടിടുന്നൊരതിമാധുരിയെ തൊഴുന്നേൻ. കോപിച്ച രാധയുടെ പാദസരങ്ങൾ, നന്ദഗോപീസ്തനങ്ങളുടെ കുങ്കുമലേപനങ്ങൾ, ഗോപാചിരങ്ങളുടെ മാർജനി തീവ്രമായ താപത്തിൽ വാടിയവർ തൻ കുട നിൻകരങ്ങൾ. മുക്തന്നു നേർത്തു പദമേറിയ പട്ടുമെത്ത, ഭക്തന്നു ചന്ദ്രിക തളിച്ചൊരു കേളിമുറ്റും, തപ്തന്നു നല്ല കുളിർ പങ്ക ഭവാന്ധകാരപൃക്തന്നു പൊൻകൊടി വിളക്കു മുകുന്ദപാദം. സുസ്മേരകൈരവ സുഗന്ധികൾ, ജഹ്നുകന്യാസുസ്നാത ശീതളതരങ്ങൾ, സുധാസ്രവങ്ങൾ, കൃഷ്ണാമയ പ്രശമനങ്ങൾ, നഖേന്ദുബിംബജ്യോത്സ്നാമയങ്ങൾ, ശരണം ഭഗവൽ പദങ്ങൾ. കൊണ്ടൽക്കു തുല്യമിരുളും കുളിരും തിരണ്ടും, വണ്ടുണ്ടിടുന്ന വനമാലകൾ വാസനിച്ചും, നീണ്ടുള്ള ബാഹുലത കൊണ്ടിവനെ പുണർന്നും, കണ്ടേൻ കിനാവിലൊരു സുന്ദര ബാലരൂപം. സീരായുധന്റെ തുകിലിൽ ഞെറിയെന്ന പോലെ, സുരാത്മജാതടിനി തൻ തിരമാല പോലെ, ശ്രീരാധികാ കബരിതൻ ചുരുളെന്ന പോലെ, നീലാഭ നിന്മടിയിലെന്തിതു ഹേ യശോദേ. നന്ദന്റെ വീടിനൊരു നല്ല കെടാവിളക്കു, വൃന്ദാവനത്തിനൊരു നീലനിലാവെളിച്ചം, വൃന്ദാരകർക്കമൃദു ഗോപികമാർക്കു ജീവൻ, വന്ദിപ്പവർക്കഭിമതാർത്ഥമിതേതു ബാലൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു, കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഹേ രാമ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ 989 ദിവസത്തിലേക്ക് എത്തുമ്പോൾ, ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധത്തിൽ സമർപ്പണാധ്യായം, മംഗളാധ്യായം, 13 അധ്യായം, അതാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാദ്യത്തെ 2 ശ്ലോകങ്ങൾ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു. ഇന്ന് വൈശാഖമാസത്തിലെ തൃതീയയാണ്. അക്ഷയതൃതീയ എന്ന രീതിയിലും അതേപോലെ തന്നെ ബലരാമസ്വാമിയുടെ അവതാരത്തിൻ്റെ പുണ്യദിനം എന്നുള്ള രീതിയിലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം കൂടിയാണ് ഇന്ന്. ഈ ദിവസം നമ്മൾ 3 ശ്ലോകത്തോടുകൂടി ആരംഭിക്കുന്നു. പുരാണസംഖ്യാ സംഭൂതിമസ്യ വാച്യപ്രയോജനേ, ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ നിബോധമേ. ഇവിടെ പുരാണസംഖ്യാ സംഭൂതിം, പുരാണങ്ങളുടെ സംഖ്യയും ആകെ ശ്ലോകസംഖ്യയും, അസ്യ ഇതിൻ്റെ വാച്യപ്രയോജനെ വിഷയപ്രയോജനങ്ങളും, ദാനം ദാനവും, ദാനസ്യ പാഠാദേശ മാഹാത്മ്യം ദാനത്തിൻ്റെയും
അതേപോലെ തന്നെ പാഠാദികളുടെ മാഹാത്മ്യവും മേ നിബോധ, എന്നിൽ നിന്ന് ധരിച്ചോളൂ എന്ന് പറയുകയാണ് സൂത പൗരാണികൻ. പുരാണങ്ങൾ എത്രയാണ്? അതിൽ ഓരോന്നിൻ്റെയും ശ്ലോക സംഖ്യ എത്രയാണ്? അത് ഏതേതു വിധത്തിലാണ് ഉണ്ടായത്? പ്രത്യേകിച്ചും ഈ ഭാഗവത പുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്? പുരാണ ഗ്രന്ഥം, ഭാഗവത ഗ്രന്ഥം പ്രത്യേകിച്ചും ദാനം ചെയ്യുക, അത് കേൾക്കുക, അതിനെ പഠിക്കുക, അതിനെ പാരായണം ചെയ്യുക തുടങ്ങിയവയുടെ മാഹാത്മ്യത്തെയുമൊക്കെ ഞാൻ അല്ലയോ ശൗനകാദി ഋഷീശ്വരന്മാരെ പറഞ്ഞു തരാം, അതിനെ നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ശ്ലോകം. എന്നിട്ട് ഓരോ പുരാണങ്ങളും എത്രയെത്രയാണ് എന്ന് അവിടെ സൂചിപ്പിക്കണം. ബ്രാഹ്മം, പാത്മം, വൈഷ്ണവം, ശൈവകം, ശ്രീഭാഗവതം, നാരദം, മാർക്കണ്ഡം, അതേപോലെ ഈ രീതിയിൽ അഗ്നിപുരാണം, ഈ രീതിയിൽ ഓരോ പുരാണങ്ങളും എത്രയാണ് എന്ന് കാണിക്കുകയാണ്. ബ്രാഹ്മം ദശസഹസ്രാണി, പാത്മം പഞ്ചോനഷഷ്ടി ച, ശ്രീവൈഷ്ണവം ത്രയോവിംശചതുർവിംശതി, ശൈവകം ദശാഷ്ടൗ, ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി, മാർക്കണ്ഡം നവവാഹ്നം ച ദശപഞ്ചചതുശ്ശതം. ബ്രാഹ്മപുരാണം അല്ലെങ്കിൽ ബ്രഹ്മപുരാണം അത് 10,000 ശ്ലോകങ്ങളാണ്, ദശസഹസ്രാണി. അതേപോലെ പാത്മം പഞ്ചോനഷഷ്ടിച്ച, പത്മപുരാണം എന്ന് പറയുന്നത് 55,000 ശ്ലോകങ്ങളുള്ളതാണ്. പത്മപുരാണത്തിൽ ആണ് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചുള്ള മാഹാത്മ്യം. നമ്മൾ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ കേട്ടത് പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളിലൂടെയുള്ള ഭാഗവത മാഹാത്മ്യമാണ്. അങ്ങനെയുള്ള പത്മപുരാണത്തിൽ പറയുന്നു 55,000 ശ്ലോകങ്ങളുണ്ട്. പിന്നെ ശ്രീ വൈഷ്ണവം ത്രയോവിംശൽ ചതുർവിംശതി ശൈവകം, വിഷ്ണുപുരാണം വൈഷ്ണവപുരാണം എന്നറിയപ്പെടുന്നത് 23,000, ത്രയോവിംശത് ചതുർവിംശതി ശൈവകം. ശൈവപുരാണോ അത് ഒരു 1000 കൂടും വിഷ്ണുപുരാണത്തേക്കാൾ, അത് 24,000 ശ്ലോകങ്ങളാണ് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഭാഗവതം ദശാഷ്ടൗ ശ്രീഭാഗവതം, ശ്രീമദ് ഭാഗവതം എത്രയാണ്? 18,000 ശ്ലോകങ്ങളാണ്, അല്ലെങ്കിൽ 18,000 ഗ്രന്ഥങ്ങളാണ്. ഒരു ഗ്രന്ഥം 32 അക്ഷരം, അതുകൊണ്ടാണ് 18,000 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 18,000 ശ്ലോകങ്ങളിലൂടെ 10 ലക്ഷണങ്ങളിലൂടെ 12 സ്കന്ധങ്ങളിലൂടെ വിവിധങ്ങളായ സംവാദങ്ങൾ വഴിയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നാരദം പഞ്ചവിംശതി, നാരദപുരാണം എത്രയാ? 25,000 ശ്ലോകങ്ങളാണ്, പഞ്ചവിംശതി നാരദം. മാർക്കണ്ഡം നവവാഹ്നം ച ദശപഞ്ചചതുശ്ശതം. പിന്നെ മാർക്കണ്ഡേയ പുരാണം അത് 9,000 ആണ്. അതേപോലെ വന്യപുരാണം അല്ലെങ്കിൽ അഗ്നിപുരാണം 15,400, ദശപഞ്ചചതുശ്ശതം, ദശപഞ്ച അപ്പം എത്രയായി? 15, പിന്നെ ചതുശ്ശതം ഒരു 400 കൂടി, അപ്പോൾ 15,400 ശ്ലോകങ്ങളുണ്ട്. ചതുർദശ ഭവിഷ്യം സ്യാൽ തഥാ പഞ്ചശതാനി ച. പിന്നെ അടുത്തതായിട്ട് ഏതിനെക്കുറിച്ചാണ് പറഞ്ഞത്? അടുത്തതായിട്ട് പറഞ്ഞു ഭവിഷ്യപുരാണം 14,500, പഞ്ചശതാനിച്ച 500 കൂടി കൂടും, അപ്പോൾ ചതുർദശ ഭവിഷ്യം 14 പിന്നെ ഒരു 500, അപ്പോൾ 14,500 ആണ് ഭവിഷ്യത് പുരാണം. ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം, ബ്രഹ്മവൈവർത്ത പുരാണോ അതും നമ്മുടെ ഭാഗവത പുരാണം പോലെ
18,000 ശ്ലോകങ്ങളുള്ളതാണ്. പിന്നെ ലിംഗം ഏകാദശൈവതു, ലിംഗപുരാണം, ലിംഗപുരാണത്തിൽ ഏകാദശം 11,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. ചതുർവിംശതി വാരാഹം ഏകാശീതി സഹസ്രകം. പിന്നെ വരാഹപുരാണം അത് 24,000 ഏതുപോലെ ആ ശൈവ പുരാണം പോലെ 24,000 തന്നെയാണ് ഈ വരാഹപുരാണവും എന്ന് പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞു സ്കാന്തം ശതം തഥാചൈകം വാമനം ദശകീർത്തിതം. പിന്നീട് പറഞ്ഞേതാ സ്കന്ദപുരാണം. സ്കന്ദപുരാണവും ഭാഗവതത്തെ പലയിടത്തും പ്രത്യേകമായിട്ട് കാണിക്കുന്ന പുരാണമാണ്. ഈ സ്കന്ദപുരാണത്തിൽ 81,100 ശ്ലോകങ്ങളുണ്ട് എന്ന് പറയുന്നു. ശതം തഥാചൈകം, അതേപോലെ വാമനം ദശകീർത്തിതം. വാമനപുരാണോ 10,000 ശ്ലോകങ്ങളോട് കൂടിയതാണ്. കൗർമ്മം സപ്തദശാഖ്യാതം, കൂർമ്മപുരാണം 17,000 ആണെങ്കിൽ മാത്സ്യം തത്തു ചതുർദശ, മത്സ്യപുരാണോ 14,000 ശ്ലോകങ്ങളുള്ളതാണ്. ഗരുഡപുരാണം അടുത്ത് പറഞ്ഞത് ഏകോനവിംശൽ സൗപർണം. സൗപർണം സുപർണന്റെ പുരാണം. സുപർണൻ എന്ന് പറഞ്ഞ ഗരുഡൻ. ഗരുഡപുരാണത്തില് 19,000 ശ്ലോകങ്ങളാണ് ഉള്ളത് എന്ന് അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് പറഞ്ഞു ആ ബ്രഹ്മാണ്ഡ പുരാണം. അടുത്തതായിട്ട് പറയുന്നത് ബ്രഹ്മാണ്ഡ പുരാണം. ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു, അത് എത്രയാ? 12,000 ശ്ലോകങ്ങളാണ് ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉള്ളത്. ഇങ്ങനെ ഈ 18 പുരാണങ്ങളിൽ കൂടി ആകെ 4,00,000 ശ്ലോകങ്ങളുണ്ട് എന്നാണ്. ഏവം പുരാണസന്തോഹശ്ചതുർലക്ഷ ഉദാഹൃത തത്ര 18,000 ശ്രീ ഭാഗവതമിഷ്യത്തെ. ഇപ്പം ഇതിൽ ഭാഗവത പുരാണത്തിൽ 18,000 ശ്ലോകം, അപ്പോൾ 18 പുരാണം, ആകെ 4,00,000 ശ്ലോകങ്ങൾ. ഓരോന്നിലും പ്രത്യേകം നോക്കുകയാണെങ്കിൽ ബ്രഹ്മപുരാണം 10,000, പത്മപുരാണം 55,000, ശ്രീ വൈഷ്ണവപുരാണം 23,000, ശൈവപുരാണം 24,000, ശ്രീ ഭാഗവതം 18,000, നാരദപുരാണം 25,000, മാർക്കണ്ഡേയ പുരാണം 9,000, അഗ്നിപുരാണം 15,400, ഭവിഷ്യത് പുരാണം 14,500, ബ്രഹ്മവൈവർത്ത പുരാണം 18,000, ലിംഗപുരാണം 11,000, വരാഹപുരാണം 24,000, സ്കന്ധപുരാണം 81,100, വാമനപുരാണം 10,000, കൂർമ്മപുരാണം 17,000, മത്സ്യപുരാണം 14,000, ഗരുഡപുരാണം 19,000, ബ്രഹ്മാണ്ഡപുരാണം 12,000 എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശ്ലോകങ്ങളുടെ എണ്ണത്തിൽ സ്കന്ദപുരാണം ഏറ്റവും കൂടുതൽ അല്ലേ, 81,100 ശ്ലോകം. എന്നാൽ ഏറ്റവും കുറവുള്ളത് ഏതാ? അഗ്നിപുരാണാണ്. 9,000 ശ്ലോകങ്ങൾ മാത്രമേ അതിൽ ഉള്ളൂ എന്ന് കാണാം. അപ്പം ഇതിൻ്റെയൊക്കെ എണ്ണം നമ്മളൊന്ന് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. കാരണം ഇതിൻ്റെ തത്വത്തെയും ഇതിൻ്റെ ആ ആന്തരികമായ സത്തയെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ളത് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെ ആ ശ്ലോകങ്ങളുടെ എണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതം ഭഗവതാപൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ഇതം, ഇത് പൂർവം ആദിയിൽ, നാഭിപങ്കജേ സ്ഥിതായ, നാഭീപത്മത്തിൽ ഭഗവാന്റെ പൊക്കിൾ കൊടിയിലെ താമരയിൽ ഇരിക്കുന്നവനും, ഭവഭീതായ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന്
ഭയപ്പെട്ടിരിക്കുന്നവനുമായിരിക്കുന്ന ബ്രഹ്മാവിനായിക്കൊണ്ട് ഭഗവത കാരുണ്യാൽ സംപ്രകാശിതം, ഭഗവാൻ ആ ബ്രഹ്മാവിനായിക്കൊണ്ട് കാരുണ്യം കാരണം പ്രകാശിപ്പിച്ചതാണ് എന്ന് പറയുന്നു. അപ്പം ഈ പുരാണം, ഭാഗവത പുരാണം ആദിയിൽ ആർക്കാണ് നൽകിയത്? ഭഗവാൻ ബ്രഹ്മാവിന് നൽകി. ബ്രഹ്മാവ് ഭഗവാന്റെ നാഭീകമലത്തിൽ ഇരിക്കുന്നു. അപ്പം ലോകസൃഷ്ടി ചെയ്യാനായി നാരായണമൂർത്തി നിശ്ചയിച്ചു. സൃഷ്ടികർമ്മത്തിൽ ഇനി ആ സംഘം ഇല്ലാതിരിക്കാൻ, അഹന്തയും മമതയും ഇല്ലാതിരിക്കാൻ, അതുണ്ടാവുമോ എന്ന് പേടിച്ചിരിക്കുകയാണ് ബ്രഹ്മാവ്. സംസാര ഭീതി അദ്ദേഹത്തിന് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭീതി ഇല്ലാതെയാക്കാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാവിന് പകർന്നു കൊടുത്തതാണ് ഈ ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതം എന്തിനാണ്? സംസാര ദുഃഖങ്ങളുടെ ഭയത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഭാഗവതം എന്ന് പേരുണ്ടായത്. ഭഗവാൻ ബ്രഹ്മാവിന് 4 ശ്ലോകങ്ങളിലൂടെ സംഗ്രഹിച്ച് ആണ് ഉപദേശിച്ചത്. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്നുള്ള രീതിയിൽ 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 33, 34, 35, 36 എന്നിങ്ങനെയുള്ള 4 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് സംസാര ഭീതി കളയാൻ വേണ്ടിയിട്ടാണ്. ആർക്ക്? ബ്രഹ്മാവിന്. അപ്പോൾ ബ്രഹ്മാവിന് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ സംസാരഭീതി നാശകമാണ് ഈ ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം, ആ കാരുണ്യ ലാഭം കൊണ്ട് സംസാര ദുഃഖങ്ങൾ ഇല്ലാതെയായി തീരുന്നു. അപ്പം അതുകൊണ്ട് ഇത് വളരെ അതിദുർലഭമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതിനെ ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളത് പരമമായ പുണ്യമാണ്. അതിനെ നമുക്കിതാ കഴിഞ്ഞ കുറേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആസ്വദിക്കാൻ സാധിച്ചു. ആ ഭാഗ്യത്തിനു മുമ്പിൽ നമുക്ക് വീണ്ടും വീണ്ടും ശിരസ്സു കുനിക്കാം. ആ ഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ ഈ 10-ാമത്തെ ശ്ലോകത്തോടുകൂടി സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം.
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി
സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.